ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് സൺഡേ ആയിട്ട് ബീഫാണ് കേട്ടോ വാങ്ങിയേക്കണത്. നമുക്കിതൊന്ന് കറി വെക്കാം. സവാള തൊലിയെല്ലാം എടുക്കണ്ട കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളിയൊക്കെ ഇന്നലെ നന്നാക്കി വെച്ചായിരുന്നു. അപ്പോൾ അത് എല്ലാം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അരിഞ്ഞെടുക്കണം. ബീഫും ഇതൊക്കെ നന്നായിട്ട് കഴുകി വെച്ചിട്ടാ. ബീഫ് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുള്ളിയും ജാറിലിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം. അത് ചതച്ചെടുത്ത് ഇനി ഉരുളിയിലാണ് നമ്മൾ ബീഫ് കറി വെക്കണത്. അപ്പോൾ ബീഫ് എടുത്ത് ഉരുളിയിലിട്ട് പിന്നെ അരിഞ്ഞ് വെച്ച സവാള എടുത്ത് അതിൽ ഇട്ട് പിന്നെ കറിവേപ്പില കേട്ടോ. നല്ല ഫ്രഷ് കറിവേപ്പില വീട്ടിൽ നിന്ന് തന്നെ പറിച്ചതാണ്. അതിട്ട് പിന്നെ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെ ചതച്ചത് ചെറുള്ളിയൊക്കെ ചതച്ചത് ഇട്ട് ഇനി അതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇടാം കേട്ടോ. പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മസാലക്കൂട്ട്. അതൊക്കെ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് കേട്ടോ 4 സ്പൂൺ വെച്ചിട്ടത്. പിന്നെ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് വെള്ളം ആ ജാറിൽ അതൊക്കെ ചതച്ചെടുത്തല്ല ആ ജാറിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ബീഫിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇനി തീ കത്തിപ്പിടിച്ച് നല്ലോണം ചൂടായപ്പോൾ അത് സെറ്റാക്കി മൂടി വെച്ചപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, ഉപ്പിട്ടിട്ടില്ല. മെയിൻ സംഭവം ഉപ്പ്, അത് മറന്നുപോയി. അതെങ്ങനെ മറന്നു പോയിരുന്നെങ്കിൽ. അപ്പോൾ എൻ്റെ കെട്ടിയോനെ എല്ലാം സഹിക്കും. പക്ഷേ ഉണ്ടല്ലോ, ആഴ്ചയിൽ ഒരു ദിവസം വാങ്ങിക്കണ ഈ ബീഫ് കുളമായിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് അൺസഹിക്കബിളാണ് കേട്ടോ. അപ്പോൾ ഉപ്പിട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുപ്പിൽ നല്ലോണം തീ കത്തിച്ചിട്ട് വെച്ചതുകൊണ്ട് പെട്ടെന്ന് ചൂടായിട്ടാണ് കൈ വെച്ച് ഇളക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ മരത്തിൻ്റെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. പിന്നെ എല്ലാ സ്ഥലത്തും ആവണമല്ലോ, അപ്പോൾ അതുകൊണ്ടൊന്ന് നന്നായിട്ട് ഇളക്കിയില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഒരു ഗ്ലാസ് സ്ട്രോങ് ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി പത്തിരിപ്പണിക്ക് നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ബീഫ് ഇളക്കാനൊന്നും നോക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് ഒന്നുകൂടി നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി നോക്കിയിട്ടത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പത്തിരിക്കുള്ള ഉണ്ടയൊക്കെ റെഡിയാക്കി ഈ പ്രസ്സിലാണ് കേട്ടോ നമ്മൾ പരത്തിയെടുക്കുന്നത്. ഇത് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയ പ്രസ്സാണ് കേട്ടോ. തറവാട്ടിലെ ഉമ്മയുടെ പ്രസ്സാണത്. അപ്പോൾ പരത്തണേക്ക് മുമ്പ് ഒന്നുകൂടിയും ബീഫ് ഇളക്കിയിടാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം നല്ലോണം തിള വന്നിട്ട് നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് മറ്റേ കറുവപ്പട്ടയും ജീരകവും കുരുമുളകൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇടുമ്പോൾ നല്ല സ്മെല്ല് കിട്ടുമല്ലോ. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാതെ കേട്ടോ. അപ്പോൾ അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാം കേട്ടോ. ഇനി നമുക്ക് പത്തിരിയുടെ പണി നോക്കാം. ഞാൻ അത്ര നന്നായിട്ടൊന്നും ഉണ്ടാക്കില്ല, എന്നാലും ഇത് നന്നായിട്ട് ശരിയായിട്ടുണ്ട് കേട്ടോ. ഫ്രൈ പാനിലായതുകൊണ്ട് ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 എണ്ണം വെച്ച് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ പത്തിരി ഉണ്ടാക്കിയിട്ടാ. ഇനി നമുക്ക് ബീഫിൻ്റെ അവസ്ഥ എന്തായി നോക്കാം. ബീഫ് വെള്ളമൊക്കെ വറ്റി നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ. ആ കറുവപ്പട്ടയൊക്കെ മുഴുവൻ ഇട്ടുകൊണ്ട് അതിൻ്റെയൊക്കെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി തീയൊക്കെ കിടത്തിയിട്ടിട്ട് അത് ചെറു തീയിലൊന്ന് കിടന്ന് തിളക്കുമ്പോൾ സെറ്റാവും. അപ്പം അങ്ങനെ പത്തിരി, ബീഫ്, തേങ്ങാപ്പാലൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.